ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നേക്കുന്നത്. അത് ഞങ്ങൾക്ക് കുറച്ച് ബിസിയുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ ദാണ്ട് രാവിലെ തന്നെ എണീറ്റു. ഇപ്പം അവൻ രാവിലെ 3 മണിക്കെങ്ങാണ്ടോ അവൻ എണീറ്റിട്ട് കരച്ചിലാണ്. പിന്നെ ഒരു 5 മിനിറ്റ് കിടന്നുറങ്ങും, പിന്നെയും എണീക്കും. ഇതാണ് ഇപ്പോഴത്തെ അവൻ്റെ പരിപാടി. രാവിലെയൊക്കെ കിടന്നുറങ്ങിയിട്ട് രാത്രിയാണ് അവന് നൈറ്റ് ഡ്യൂട്ടിയാണ് ഇപ്പം. അപ്പം ഒരു വിധത്തിൽ അവനെ കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ എണീറ്റ് വരൽ കേട്ടോ. അപ്പം ദാണ്ടെ പിന്നെയും എണീറ്റിട്ടുണ്ട്. ഞാനൊരു വിധത്തിൽ അവനൊരു പാട്ടുണ്ട് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങും. പക്ഷേ ഇപ്പം അങ്ങനെ ഉറങ്ങണമില്ല. ഭയങ്കര വാശിയാട്ടോ ഇപ്പം. ഭയങ്കര കുസൃതിയൊക്കെ കൂടിയിട്ട് വരുന്ന ഒരു സമയമാണിപ്പം. അങ്ങനെ ദാണ്ടെ ഉറക്കിയിട്ടുണ്ട്. അവൻ ഉറക്കാതെ ഇങ്ങോട്ടേക്ക് പോരുന്നത് ശരിയല്ല. കാരണം അവൻ കട്ടിൻ്റെ മുകളിൽ നിന്ന് റോൾ ചെയ്യുന്നുണ്ട്. റോൾ ചെയ്തിട്ട് നമ്മളൊന്നും വെച്ചിട്ടില്ലെങ്കിൽ തലേണയൊക്കെ വെച്ച് ഞാനൊരു വേലി കെട്ടാറാണ് പതിവ്. അങ്ങനെ ദാണ്ടെ അവനൊക്കെ ഉറക്കി ഞാനിത് എണീറ്റിട്ടുണ്ട്. എനിക്ക് രാത്രി ഉറക്കം റെഡി ആകാത്തതിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ലേറ്റായിട്ടാണ് എണീക്കുക. ഞാൻ ഉറക്കത്തിൻ്റെ ഒരു മെയിൻ ആളാണ്. പക്ഷേ ഉറക്കം റെഡി ആയിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദനയും പിന്നെ ആ ഒരു രാവിലെ ഒരു ഉച്ച വരെ എനിക്ക് ഭയങ്കര ഒരു മൂകതയായിരിക്കും. ഇന്ന് നമുക്ക് പോകാനുള്ളത് കൊണ്ട് നേരത്തെ എണീറ്റേ പറ്റുള്ളൂ. അപ്പോൾ അതാണ്ട് ബെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് പുതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. ആൾ നല്ല ഉറക്കാട്ടോ, സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആളിങ്ങോട്ട് എണീറ്റ് പോരും. അതുകൊണ്ട് എല്ലാം ഒന്ന് വെച്ചിട്ട് അവനൊരു വേലിയൊക്കെ തീർത്തിട്ടാണ് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മാറൽ കേട്ടോ. അവനെ ഇപ്പോൾ താഴെ കിടത്താനും പറ്റൂല, മഴയൊക്കെ ആയതുകൊണ്ട് തണുപ്പാണ്. അങ്ങനെ ആളെ ഉറക്കിയിട്ടുണ്ട്. അപ്പം ഇനി എൻ്റെ പണികളിലേക്കാണ്. വീട്ടിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. വീട്ടിലാരുമില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ കർട്ടൻസൊക്കെ ഒന്ന് ഓപ്പൺ ആക്കിയിടും. എനിക്ക് വെളിച്ചം അകത്തേക്ക് കയറണം, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മൂകതയാണ്. പക്ഷേ വെളിച്ചം അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി അതാണ്. അതുകൊണ്ട് എല്ലാം തുറന്നിടും. എന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവമാണ്, എന്താ പറയുക, ഈ തുണികൾ അവിടെ ഇവിടെയൊക്കെ കാണല കേട്ടോ. ഇത് ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ജസ്റ്റ് ഫാൻ്റെ ഹോട്ടിൽ കൊണ്ടിട്ട് ഇടുന്നതാട്ടോ. അപ്പോഴത്തേക്കൊന്ന് ഉണങ്ങി കിട്ടുമല്ലോ. അങ്ങനെ ഇത് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ സ്ഥിരമാണ് ഈ ഒരു കാഴ്ച. അപ്പം അതൊക്കെ ഒന്ന് മടക്കി വെച്ച് ഒന്ന് സെറ്റാക്കുകയാണ്. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഇട്ടതായിരുന്നു. അപ്പോൾ ഇപ്പോഴേക്കൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട് സംഭവങ്ങളൊക്കെ. ഇന്ന് അവനൊന്ന് കണ്ണ് കാണിക്കാൻ പോകാനുണ്ട്. അവന് കണ്ണിന് കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് ഇന്നുള്ളത്. ആൾ പണ്ടത്തേനെക്കാട്ടൊക്കെ അടിപൊളിയായിട്ട് നല്ല റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഭയങ്കരമായിരുന്നു, ഇങ്ങനെ കൊണ്ട് കാണിക്കലും താക്കലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ടൊന്ന് ചെക്കപ്പ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. മുന്നേ ഒക്കെ ഫുൾ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു കളിക്കുന്നത്. മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ഡിലേ ആണ്, എന്നാലും അവനെക്കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ്റെ കഴുത്ത് ഉറച്ചിട്ടില്ല, പക്ഷെ എന്നാലും അവനത് എന്താ പറയുക, തല പൊക്കാനും അങ്ങനെയൊക്കെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ തെറാപ്പീസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റിട്ട് വലിയ പ്രത്യേകിച്ച് പണിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കലും നിൽക്കലൊക്കെ തന്നെ പണി. എൻ്റെ വീട്ടിലാവുമ്പോൾ ഞാൻ കുറേ നേരം കൊലായിൽ വന്നിരിക്കും. അപ്പോഴാണ് നോക്കുമ്പോഴാണ് ഇന്നലത്തെ മഴയിൽ എൻ്റെ ചെരുപ്പ് മൊത്തം ചളിപിളിയായിട്ട് കിടക്കുന്നത്. അങ്ങനെ പിന്നെ മുറ്റത്തൊക്കെ ഭയങ്കര ചപ്പും ചവറും കാര്യങ്ങളും ഇലകളൊക്കെ ആയിരുന്നു. മഴയത്താണെങ്കിൽ അടിച്ചു വരാൻ പറ്റില്ല. ഇന്നിപ്പം രാവിലെ മഴയ്ക്കൊരു ആശ്വാസമുണ്ട്. അപ്പം ഞാൻ എന്താക്കി, അടുത്ത മഴ വരുന്നതിൻ്റെ മുന്നേ വേഗം ഒന്ന് മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് അടിച്ചു വരലാണ്. ഇപ്പം അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങുന്നത്. അല്ലെങ്കിൽ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് മാറില്ല. എനിക്ക് പേടിയാണ് റോൾ ചെയ്തിട്ട് എങ്ങാനും കട്ടിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണാൽ. അതുകൊണ്ട് തലയണൻ്റെ മുകളിൽ കൂടി ആൾ എന്താ പറയുക, കാല് പൊന്തിച്ചിട്ട് ഇങ്ങനെ കയറാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചു വാരി എൻ്റെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി കുളിച്ച് ഒന്ന് റെഡി ആയിട്ട് നിൽക്കുവാണ്. നമുക്ക് പെട്ടെന്ന് പോകാനുണ്ട്. നേരം വൈകിട്ടുണ്ടെങ്കിൽ ബാക്കി പരിപാടികളൊക്കെ വെള്ളത്തിലാകും. അതുകൊണ്ട് മോനെയും റെഡിയാക്കി കുളിപ്പിച്ച് ഒക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ വീട്ടിൽ അതിൻ്റെ ഉള്ളിൽ ആരോ വന്നിട്ടോ, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല, ആരോ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഏട്ടന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓർത്തത് ഞാൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വിശപ്പോ ദാഹമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പൊതുവേ ഇപ്പോൾ വിശപ്പ് കുറവാണ്. മഴക്കാലത്ത് എല്ലാവർക്കും വിശക്കും എന്നൊക്കെ പറയും, പക്ഷേ എനിക്ക് ഇപ്പോൾ അങ്ങനെ വലിയ വിശപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും ചെറുതെന്തെങ്കിലും കിട്ടിയാൽ തിന്നും. അപ്പോൾ ഞാൻ വാട്ടയിറ്റിനിടെയൊക്കെ ഇടയില്ലേ, ഞാനത് ഫുള്ളൊന്നും കഴിക്കലില്ല, കുറച്ച് കഴിക്കും, അത്ര തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പുട്ടും പപ്പടമായിരുന്നു, കറിയൊന്നുമില്ല. കാരണം ഇവിടെ രാവിലെ ഒറ്റയ്ക്ക് ഞാൻ മാത്രമാകുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ചില സമയത്ത് പിന്നെ കുറേ കഴിഞ്ഞ് 11 മണി 12 മണിയൊക്കെ ആയാൽ ഞാൻ ചോറെടുത്ത് തിന്നലാണ് പതിവ്. അപ്പോൾ രാവിലത്തെ വെറുതെ വേസ്റ്റ് ആവില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ആളിതാ എണീറ്റിട്ടുണ്ട്. അങ്ങനെ താണ്ടെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏട്ടൻ വന്നു. അപ്പം ഞങ്ങൾ വേഗം ഇറങ്ങിയതാണ്. മഴയുടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്യാപ്പിന് ഇങ്ങോട്ട് ഇറങ്ങി. അവിടെ കോളേജിലെത്തിയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കണ്ണ് കാണിക്കാൻ. അങ്ങനെ ഞങ്ങൾ ആ ഗ്യാപ്പിന് വേഗം കണ്ണ് കാണിച്ചു. കണ്ണൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്, ചെറിയതായിട്ട് സ്കിന്നുണ്ട്, അപ്പോൾ അത് ചെറുതായിട്ട് റിക്കവർ ആവുള്ളൂ. അപ്പോൾ അത് അച്ഛനും മോനും ഭയങ്കര കളിയിലേനു കേട്ടോ അവിടുന്ന്. അങ്ങനെ കോളേജിൽ നിന്ന് ഇറങ്ങി നല്ല മഴയത്ത് ഞങ്ങൾ പെട്ടു. ഞങ്ങൾ 2-3 മണിക്കൂറോളം ഞങ്ങൾ കോളേജിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല വിശപ്പായപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും അവനുള്ള ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവനൊരു ഡോക്ടറെ കാണിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവനത് ചുറ്റും ഇങ്ങനെ നോക്കുവാണ്, എവിടെയാണ് വന്നത്, പുതിയ സ്ഥലമാണല്ലോ എന്നുള്ളതൊക്കെ. അവന് സ്ഥലം മാറുമ്പോഴും പുതിയ സ്ഥലത്ത് പോകുമ്പോഴൊക്കെ വേഗം മനസ്സിലാകും, ഇങ്ങനെ ചുറ്റും നോക്കും. ഞാൻ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുവാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലൊക്കെ അവന് വേഗം മനസ്സിലാകും. എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കും കേട്ടോ. അവൻ ഓരോന്നും ഇങ്ങനെ ക്യാച്ച് ചെയ്ത് വരുവാണ്. അപ്പോൾ അതാണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പച്ചക്കറി കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. ആളിൻ്റെ തോളിൽ ഇങ്ങനെ ഉറങ്ങുവാണ്, നല്ല ഉറക്കമായിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്. അതുകൊണ്ട് അവനെക്കൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ബാക്ക് പെയിൻ ആയതിനെക്കൊണ്ട് അവനിങ്ങനെ എടുത്ത് നടക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കാറൊക്കെയാണ് പതിവ്. അവനങ്ങനെ പുറത്തേക്ക് അങ്ങനെ കൊണ്ടുപോകാറില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലേ. അതുകൊണ്ട് ഇവനെന്തെങ്കിലും ഇൻഫെക്ഷനോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പിന്നെയും അത് അവൻ്റെ മറ്റേ സർജറി ചെയ്ത അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ പുറത്ത് കൊണ്ടുപോകാറില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഒരു കുട്ടി വീഡിയോ ആണ്, ഇഷ്ടമാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്കിപ്പോൾ ആവശ്യമാണ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കല്ലേ. ടാറ്റാ.